ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ചെയ്ത പ്രോബ്ലം, അതായത് സർക്കുലാർ ആർച്ചിൻ്റെ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാണ്, സെയിം ടോപ്പിക്കിൽ തന്നെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ 3-hinged സർക്കുലാർ ആർച്ച് ഓഫ് സ്പാൻ 16 മീറ്റർ. ഓക്കെ, 3-hinged സർക്കുലാർ ആർച്ചാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. സർക്കുലാർ ആർച്ച് ഓഫ് സ്പാൻ 16 മീറ്റർ. എൽ എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. ആൻഡ് റൈസ് 4 മീറ്റർ. ഓക്കെ, റൈസ് ആർ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഈ സബ്ജക്റ്റഡ് ടു 2 point loads of 100 kN and 80 kN at the left and right quarter span points respectively. 2 പോയിന്റ് ലോഡ് ഈ ആർച്ചിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 100 kN 80 kN ആണ്. ഓക്കെ, ഇനി ഇത് എവിടെ ആക്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്വാർട്ടർ സ്പാൻ പോയിന്റ്സ് റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് ഈ 2 ലോഡ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് 100 kN ലെഫ്റ്റിലും 80 kN റൈറ്റിലുമാണ് റെസ്പെക്റ്റീവ്ലി. ആ ഓർഡറിൽ തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 100 kN അറ്റ് ദ ലെഫ്റ്റ് ആൻഡ് 80 kN അറ്റ് ദ റൈറ്റ്. ഇനി ഏത് പോയിന്റിലാണ് പറയുന്നത്? ക്വാർട്ടർ സ്പാൻ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പാൻ എത്രയാണ്? L = 16 മീറ്റർ. അപ്പോൾ ക്വാർട്ടർ സ്പാൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ ഹാഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16/2 8 അല്ലേ. അപ്പോൾ ക്വാർട്ടർ സ്പാൻ എന്ന് പറയുമ്പോൾ ഹാഫിൻ്റെയും പകുതി. അപ്പോൾ 4 മീറ്റർ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 4 മീറ്റർ മാറിയിട്ടു, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ 4 മീറ്റർ മാറിയിട്ടു. ഓക്കെ, അതായത് ലെഫ്റ്റ് ഹാഫിൻ്റെ സെൻറ്ററിലും റൈറ്റ് ഹാഫിൻ്റെ സെൻറ്ററിലുമാണ് ഈ 100 kN 80 kN ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മീറ്ററാണ്. 16 ആണ് ടോട്ടൽ സ്പാൻ. അപ്പോൾ ഹാഫ് എന്ന് പറഞ്ഞാൽ 8 മീറ്ററാണ്. അപ്പോൾ 8 മീറ്ററിൻ്റെ ഹാഫ്. അപ്പോൾ 4 മീറ്ററിൽ 100 kN ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്നു. അതേപോലെ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 4 മീറ്റർ മാറിയിട്ട്, അല്ലെങ്കിൽ റൈറ്റ് ഹാഫിൻ്റെ സെൻറ്ററിൽ 80 kN എന്ന് പറയുന്ന പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഫൈൻഡ് ദ റിയാക്ഷൻസ് അറ്റ് ദ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. സപ്പോർട്ട് റിയാക്ഷൻസ് VA, VB, H, പിന്നെ റിസൾട്ടൻറ്റ് റിയാക്ഷൻസും കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻഡ് ഓൾസോ ദ ബെൻഡിങ് മൊമെൻറ്റ്, റേഡിയൽ ഷിയർ ആൻഡ് നോർമൽ ത്രസ്റ്റ് അറ്റ് 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പം കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് മാത്രം കണ്ടുപിടിക്കുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കൂടി കണ്ടുപിടിക്കണം? റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റും കൂടിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റും റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റും എവിടത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സപ്പോർട്ട്, അതായത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ടുള്ള കറസ്പോണ്ടിങ് പോയിന്റിൽ. ഓക്കെ, അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ്, റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്കിനി എന്ത് ചെയ്യാം? ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഫിഗർ വരയ്ക്കാം. ഫിഗർ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 3-hinged സർക്കുലാർ ആർച്ചാണ് ACB. ഓക്കെ, 1 hinge, 2 hinge, 3 hinge. 3-hinged ആണ്. പിന്നെ അതിൻ്റെ സ്പാൻ തന്നിട്ടുണ്ട് അല്ലേ. സ്പാൻ എത്രയാണ്? 16 മീറ്റർ. അത് മാർക്ക് ചെയ്തു. സപ്പോർട്ട് മാർക്ക് ചെയ്തു. അതിൽ വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, റിസൾട്ടൻറ്റ് റിയാക്ഷൻ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, റിസൾട്ടൻറ്റ് രണ്ടെങ്കിലും മാർക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ലോഡ് എന്ന് പറയുന്നത്, ഇത് ടോട്ടൽ 16 മീറ്റർ സ്പാൻ ആണെങ്കിൽ അതിൻ്റെ ക്വാർട്ടർ സ്പാനിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ ക്വാർട്ടർ സ്പാൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 മീറ്റർ മാറിയിട്ട് അല്ലേ. 8 ആണ് ഹാഫ് സ്പാൻ. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും ക്വാർട്ടർ. അപ്പോൾ 4 മീറ്റർ മാറിയിട്ട് 100 kN ലോഡ് ആക്ട് ചെയ്യുന്നു. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും 4. ഓക്കെ, കറക്റ്റ് സെൻറ്ററിലായിരിക്കും. അതേപോലെ റൈറ്റ് സൈഡിൽ 80 kN ആക്ട് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും അതേപോലെ തന്നെ ഈ എൻഡിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ട് 80 kN ലോഡ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈൻഡ് ദ ബെൻഡിങ് മൊമെൻറ്റ്, റേഡിയൽ ഷിയർ ആൻഡ് നോർമൽ ത്രസ്റ്റ് അറ്റ് 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടാണ്. അപ്പം ലെഫ്റ്റ് സപ്പോർട്ടിന് 6 മീറ്റർ. 6 മീറ്റർ എന്ന് പറയുമ്പോൾ ഇത് 4 ആണ്, 100 kN ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും വരിക അല്ലേ. 4 മീറ്ററും കഴിഞ്ഞിട്ട് ഒരു ഡിസ്റ്റൻസിൽ ഞാൻ ഏകദേശം ഈ പോയിന്റ് മാർക്ക് ചെയ്തു. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഒരു സെക്ഷൻ എടുത്തു. എന്നിട്ട് ആ കണ്ടുപിടിക്കേണ്ട പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ D എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ആ D എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാഫ് വരെയുള്ള ഡിസ്റ്റൻസ് 8 ആണെങ്കിൽ ഈ സെൻറ്റർ ഓഫ് ദ ആർച്ച് നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ എടുത്തിരിക്കുന്ന D എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ 2 മീറ്റർ എടുത്തു. അതാണ് നമ്മുടെ എക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സർക്കുലർ ആർച്ചിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുമ്പോൾ എക്സ് എടുക്കുന്നത് ആർച്ചിൻ്റെ സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസാണ്. ഓക്കെ, അപ്പോൾ എക്സ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ റൈസ് നമുക്ക് തന്നിട്ടുണ്ട് 4 മീറ്റർ. അപ്പോൾ റൈസ് 4 മീറ്റർ ആണ്. അപ്പം ഇതിൻ്റെ ഒറിജിൻ ഒരു പോയിൻ്റ് ഉണ്ട്, ഒറിജിൻ എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് ഉണ്ട്. ആ ഒറിജിൻ നിന്നായിരിക്കും നമ്മൾ ഈ പർട്ടിക്കുലർ ആർച്ച് വരയ്ക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒറിജിൻ ഇവിടെ മാർക്ക് ചെയ്തു. ഒറിജിൻ്റെ അകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്തു, ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ജസ്റ്റ് ഒരു ലൈൻ ഇട്ടു. അത് ആറാണ്, റേഡിയസ് ആണ് അല്ലേ. അതായത് ഇതൊക്കെ റേഡിയസ് തന്നെയാണ്. ഇവിടുന്ന് ഈ പോയിന്റ് വിട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഈ ആർച്ചിലുള്ള ഏത് പോയിന്റിലേക്കും നമ്മൾ ഈ ഒറിജിന് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അത് റേഡിയസ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ 6 എന്ന് പറഞ്ഞ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് വെർട്ടിക്കൽ ഈ ആർച്ചിൻ്റെ സ്പ്രിങ്ങിങ് ലൈനിൽ നിന്ന് വെർട്ടിക്കലായിട്ട് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ എന്ന് പറഞ്ഞ് ഞാൻ നെയിം ചെയ്തു. കാരണം ആ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റും നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അവിടുത്തെ വെർട്ടിക്കൽ ഹൈറ്റ് ഞാൻ വൈ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടല്ലോ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇതുവരെ 6 ആണ്. ഈ ആംഗിൾ, അതായത് ഈ ലൈൻ, അതായത് വെർട്ടിക്കലായിട്ടുള്ള ലൈനും നമ്മൾ ഇപ്പം വരച്ചിരിക്കുന്ന ഡിയിലേക്കുള്ള ആ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്ന തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ടാൻജൻറ്റും ഹൊറിസോണ്ടലും ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ തന്നെയാണ്. അപ്പോൾ നമുക്കതും ഈ ഫിഗറിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഫിഗറിൽ മാർക്ക് ചെയ്തു. അതായത് ആർച്ച് വരച്ചു, ആർച്ചിൻ്റെ സ്പ്രിങ്ങിങ് ലൈൻ കാണിച്ചു, ആർച്ചിൻ്റെ സ്പാൻ 16 മീറ്റർ എന്നുള്ള കാണിച്ചു, അതിൽ സപ്പോർട്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്തു, അതിൻ്റെ റൈസ് മാർക്ക് ചെയ്തു, ലോഡിങ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഏത് സെക്ഷനിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്ഷനിലാണ് നമ്മളോട് ബെൻഡിങ് മൊമെൻറ്റും റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അവിടെ ഞാൻ ഡി എന്ന് പറഞ്ഞ് നെയിം ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആർച്ചിൻ്റെ സ്പ്രിങ്ങിങ് ലൈനിലേക്കുള്ള വൈ എന്ന് പറഞ്ഞ് നെയിം ചെയ്തു. ഒറിജിൻ പോയിൻ്റ് എടുത്തു. ഒറിജിൻ പോയിൻ്റ് നിന്ന് ഡിയിലേക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് ഞാൻ 6 എന്ന് പറഞ്ഞ് അതിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്തു. ഞാനിവിടെ ടാൻജൻറ്റ് വരച്ചിട്ട് അതിൻ്റെ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്നുള്ളത് മാർക്ക് ചെയ്തു. ഇത് പെട്ടെന്ന് വരയ്ക്കണം. ഓക്കെ, വരയ്ക്കാൻ അധികം സമയം എടുക്കരുത്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോളാം, വേഗം തന്നെ ആർച്ച് വരയ്ക്കുക, സ്പ്രിങ്ങിങ് ലൈൻ വരയ്ക്കുക, സ്പാൻ മാർക്ക് ചെയ്യുക, റൈസ് മാർക്ക് ചെയ്യുക, ലോഡിങ് ഡയഗ്രം വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ ഡിസ്റ്റൻസ് പെട്ടെന്ന് മാർക്ക് ചെയ്ത് വരണം. ഓക്കെ, പെട്ടെന്ന് മാർക്ക് ചെയ്ത് വരണം. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഫിഗർ വരച്ചതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് സൊല്യൂഷനിലേക്ക് കയറാം. ഓക്കെ, ഫിഗർ ക്ലിയർ ആണല്ലോ, ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ. ഓക്കെ, സ്റ്റെപ്പ് 1 വെർട്ടിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ റിയാക്ഷൻസ് അറ്റ് സപ്പോർട്ട്സ് എന്നാണ്. അപ്പം വെർട്ടിക്കൽ റിയാക്ഷൻസ്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, റിസൾട്ടൻറ്റ് റിയാക്ഷൻ 3 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കാം, വി എ ആൻഡ് വി ബി. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റ് എടുത്തു. സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഫിഗറിലേക്ക് പോവാം, എന്നിട്ട് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റ് എടുക്കാം. ഓക്കെ, ആ ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വി എയും എച്ച് എയും കാരണം ഈ പോയിന്റിൽ വരുന്ന മൊമെൻറ്റ് 0 അല്ലേ. പിന്നെ 100 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ട്, 100 കിലോ ന്യൂട്ടൺ ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുക. അപ്പോൾ 100 ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് 4, 100 ഇൻറ്റു 4 പ്ലസ് 80 ഇൻറ്റു 8 പ്ലസ് 4 12, 80 ഇൻറ്റു 12. വി ബി എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ മൈനസ് വി ബി ഇൻറ്റു 16 ഈക്വൽ ടു 0. ഓക്കെ, 100 ഇൻറ്റു 4 പ്ലസ് 80 ഇൻറ്റു 12 മൈനസ് വി ബി ഇൻറ്റു 16 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 400 പ്ലസ് 960 മൈനസ് വി ബി ഇൻറ്റു 16 ഈസ് ഈക്വൽ ടു 0. മൈനസ് വി ബി ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും ആഡ് ചെയ്താൽ 1360 കിട്ടും. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ആവും. മൈനസും ക്യാൻസൽ ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ബി ഈസ് ഈക്വൽ ടു 85 കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇനി വി എ കിട്ടാൻ വേണ്ടി സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. വി എ പ്ലസ് വി ബി, വി എയും വി ബിയും ആക്ട് ചെയ്യുന്നത് അപ്വേർഡാണ്. അപ്വേർഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വി എയും വി ബിയും നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവ് എടുക്കാം. അപ്പം വി എ വി ബി പോസിറ്റീവ് എടുത്തു. 100 കിലോ ന്യൂട്ടണും 80 കിലോ ന്യൂട്ടണും താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ലോഡായതുകൊണ്ട് താഴോട്ടാണ് ആർച്ചിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം അത് രണ്ടും മൈനസ് എടുത്തു. ഓക്കെ, അപ്പോൾ വി ബിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 85 ആണ്. അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി എ പ്ലസ് 85 മൈനസ് 100 മൈനസ് 80. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി എ ഈസ് ഈക്വൽ ടു 95 എന്ന് കിട്ടും. ഓക്കെ,
ഈ സ്റ്റെപ്പിൽ നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിച്ചു, വി എ വി ബി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഓർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, സ്റ്റെപ്പ് 2. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്. എച്ച് എയും എച്ച് ബിയും എന്താണ്, സെയിം ആണ് അല്ലേ? എച്ച് എ ഈസിക്കൽ ടു എച്ച് ബി ഈസിക്കൽ ടു എച്ച്. എന്തുകൊണ്ടാണ്? ഹൊറിസോണ്ടൽ ലോഡും ഇൻക്ലൈൻ ലോഡൊന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ട് എച്ച് എയും എച്ച് ബിയും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, അപ്പം എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ബെൻഡിങ് മൊമെൻറ്റ് അബൌട്ട് സി എടുക്കുക അല്ലേ? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എത്രയാണ്? 0 ആയിരിക്കും. കാരണം സി എന്ന് പറയുന്ന പോയിന്റിൽ ഹിഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എം സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കൺസിഡറിങ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് മൊമെൻ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ എ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇക്വേഷൻ വരിക എന്നുള്ളത് നോക്കാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ ഈക്വൽ ടു 0 ഇട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എച്ച് ആയിരിക്കും കിട്ടുക. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുക്കാം. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വി എ ഇൻറ്റു 8 അല്ലേ? വി എ ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്, പ്ലസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് പ്ലസ്. അപ്പോൾ വി എ ഇൻറ്റു 8, പിന്നെയുള്ള 100 കിലോ ന്യൂട്ടണിൽ ലോഡുണ്ട്, മൈനസ് 100 സിയിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക. താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ മൈനസ് 100 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നിന്ന് ഇതുവരെ 4 ആയിരിക്കും അല്ലേ? കാരണം ഇവിടം തൊട്ട് ഈ സി വരെ 8 ആണ്, ഇവിടം തൊട്ട് ഇതുവരെ 4 ആണ് അല്ലേ? അപ്പം ബാക്കി ഇത് എത്ര ഉണ്ടാവും? 4 മീറ്റർ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഏതാ ഉള്ളത്? എച്ച് ഉണ്ട് അല്ലേ? എച്ച് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? റൈറ്റിലേക്ക് വന്നിട്ട് ടോപ്പിലേക്ക്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയാണ്. മൈനസ് എച്ച് ഇൻറ്റു 4 അല്ലേ? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വി എ ഇൻറ്റു 8 മൈനസ് 100 ഇൻറ്റു 4 മൈനസ് എച്ച് എ ഇൻറ്റു അല്ലെങ്കിൽ എച്ച് ഇൻറ്റു 4. ഓക്കെ, അതാണ് നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബെൻഡിങ് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പ്രഷൻ. വി എ ഇൻറ്റു 8 മൈനസ് എച്ച് ഇൻറ്റു 4 മൈനസ് 100 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 0. വി എ എന്ന് പറയുന്ന വാല്യൂ 95 ആണ്. അപ്പോൾ 95 ഇൻറ്റു 8 മൈനസ് എച്ച് ഇൻറ്റു 4 മൈനസ് 100 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് എച്ച് ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു മൈനസ് 360 കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു, കാരണം രണ്ട് സൈഡിൽ നിന്ന് മൈനസിലും ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു 90 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 90 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് റിസൾട്ടൻറ്റ് റിയാക്ഷൻ, സ്റ്റെപ്പ് 3 റിസൾട്ടൻറ്റ് റിയാക്ഷൻ. ആർ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എ എന്ന് പറയുന്നത് 95 ആണ്. റൂട്ട് ഓഫ് 95 സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആർ എ ഈസ് ഈക്വൽ ടു 130.86 കിലോ ന്യൂട്ടൺ കിട്ടും. അതേപോലെ ആർ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. വി ബി എന്ന് പറയുന്നത് 85 ആണ്, എച്ച് നമ്മൾ കണ്ടുപിടിച്ചതുപോലെ 90 ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 85 സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 123.79 കിലോ ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റ് റിയാക്ഷനുമായി. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫസ്റ്റ് കാര്യം നമ്മൾ കണ്ടുപിടിച്ചു, റിയാക്ഷൻസ് അറ്റ് ദ സപ്പോർട്ട്സ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിച്ചു, ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിച്ചു, അത് മുഖേന ഉണ്ടാവുന്ന റിസൾട്ടൻറ്റ് റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, 3 സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടാണ് അല്ലേ? ബെൻഡിങ് മൊമെൻറ്റ് ഓൺ ദ ആർച്ച് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനൊരു പേര് കൊടുത്തിരുന്നു, ആർച്ചിലുള്ള ആ ഒരു പോയിന്റിന് ഡി എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു അല്ലേ? അപ്പം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി നമുക്ക് ആദ്യം 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇനിയും ഒന്ന് ബെൻഡിങ് മൊമെൻറ്റ്, ഒന്ന് നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയറുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ദാറ്റ് ഈസ് 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ഡി എന്ന് പറയുന്നത് 6 മീറ്റർ മാറിയിട്ടാണ് ലെഫ്റ്റ് സപ്പോർട്ട് എന്ന് അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് എത്ര എഴുതാൻ പറ്റും? നമ്മൾ ഇക്വേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന എക്സ് എന്ന് പറയുമ്പോൾ സെൻറ്ററിന് ആ കറസ്പോണ്ടിങ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ്, സെൻറ്റർ ഓഫ് ദ ആർച്ച് അല്ലേ? അപ്പോൾ ആ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹാഫ് സ്പാൻ എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. അപ്പോൾ 8 - 6 എന്ന് പറയുമ്പോൾ 2 ആണ്. നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 2 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ആർച്ച് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് ഡി ആ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് ബെൻഡിങ് മൊമെൻറ്റ് എക്സ്പ്രഷൻ എഴുതും. ബെൻഡിങ് മൊമെൻറ്റ് ഡി ഫ്രം ലെഫ്റ്റ് സൈഡ് എം ഡി ഈസ് ഈക്വൽ ടു. ഓക്കെ, നമുക്ക് ഫിഗർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ഫ്രം ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഡി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ വി എ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അവിടെ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ട്, വി എ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഡിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വി എ ഇൻറ്റു 6. ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആണ്, പ്ലസ്
മൈനസ് എച്ച് ഇൻറ്റു വൈ. കാരണം ഇത് ഇങ്ങനെ വന്നിട്ട് മേലോട്ട് പോകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം മൈനസ് എച്ച് ഇൻറ്റു വൈ. പിന്നെ ഇവിടെ 100 kN ലോഡുണ്ട്. അപ്പം 100 താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ് പോകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയാണ്. അപ്പം മൈനസ് 100 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടെ തൊട്ട് ഇതുവരെ 6, ഇവിടെ തൊട്ട് ഇതുവരെ 4. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 6 - 4 2 അല്ലേ? അപ്പോൾ മൈനസ് 100 ഇൻറ്റു 2 VA ഇൻറ്റു 6 മൈനസ് എച്ച് ഇൻറ്റു വൈ മൈനസ് 100 ഇൻറ്റു 2 എന്നായിരിക്കും നമ്മളെ എക്സ്പ്രഷൻ വരിക. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി. MD ഈസ് ഈക്വൽ ടു VA ഇൻറ്റു 6 മൈനസ് എച്ച് ഇൻറ്റു വൈ മൈനസ് 100 ഇൻറ്റു 2. ഓക്കെ, ഇതിൽ VA നമുക്കറിയാം, എച്ച് നമുക്കറിയാം അല്ലേ? അൺനോൺ ആയിട്ട് വൈ ആണുള്ളത്. പറയുന്ന വാല്യൂസൊക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. MD ഈസ് ഈക്വൽ ടു VA എന്ന് പറയുന്നത് 95 ആണ്. അപ്പോൾ 95 ഇൻറ്റു 6 മൈനസ് 90, എച്ച് എന്ന് പറയുന്നത് 90 ആണ്, മൈനസ് 90 ഇൻറ്റു വൈ മൈനസ് 100 ഇൻറ്റു 2 എന്ന് പറയുന്നത് 200 മൈനസ് 200. അപ്പോൾ MD ഈസ് ഈക്വൽ ടു 95 ഇൻറ്റു 6 മൈനസ് 200 ചെയ്ത് കഴിഞ്ഞാൽ 370 കിട്ടും. അപ്പോൾ 370 മൈനസ് 90y എന്ന് കിട്ടും. MD ഈസ് ഈക്വൽ ടു 370 മൈനസ് 90y. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഒരു എക്സ്പ്രഷൻ ഇവിടെ ഫോമായി. അതിൽ y എന്ന് പറയുന്ന ടേം അൺനോൺ ആണ്. ഓക്കെ, അപ്പോൾ സർക്കുലർ ആർച്ചിൽ y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 ഇക്വേഷൻസും നമുക്ക് യൂസ് ചെയ്യണം. അതിൽ ആദ്യത്തെ ഇക്വേഷൻ ടു ഫൈൻഡ് y r² ഈസ് ഈക്വൽ ടു x² പ്ലസ് r മൈനസ് ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r പ്ലസ് y ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഇക്വേഷനിനകത്ത് നമുക്ക് x അറിയാം, സ്മോൾ ലെറ്റർ r അറിയാം, ക്യാപിറ്റൽ ആറും വൈയും അണ്ണോണാണ് അല്ലേ? അപ്പോൾ നമുക്ക് y കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് r കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ടു ഫൈൻഡ് r L/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r ഇൻറ്റു 2r മൈനസ് r. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് r കണ്ടുപിടിക്കാം. അപ്പോൾ L എന്ന് പറയുന്നത് എത്രയാണ് ഇതിൻ്റെ അകത്ത്? സ്പാൻ 16 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ L/2 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് L 16 ആണ്. അപ്പോൾ 16/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r എന്ന് പറയുന്ന റൈസ് എത്രയാണ്? സെൻട്രൽ റൈസ് 4 ഇൻറ്റു 2r മൈനസ് സ്മോൾ ലെറ്റർ r 4. അപ്പോൾ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. 16/2 8 ആണ്, അതിൻ്റെ സ്ക്വയർ എടുത്താൽ 8² 64 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2r 4 ഇൻറ്റു 2 8 അല്ലേ? 8r മൈനസ് 16. ഓക്കെ, ഇനി 16 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മൈനസ് 16 എന്നുള്ള പ്ലസ് 16 ആയിട്ടാണ് വരിക. അപ്പോൾ 8r ഈസ് ഈക്വൽ ടു 80 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ r ഈസ് ഈക്വൽ ടു 10 മീറ്റർ. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി, 10 മീറ്റർ ആണ് റേഡിയസ്. ഓക്കെ, ഫിഗറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന r എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് r ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? r² ഈസ് ഈക്വൽ ടു അല്ലേ? അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ r² എന്ന് പറയുമ്പോൾ 10² ഈസ് ഈക്വൽ ടു x² പ്ലസ് x എത്രയാ? 2 ആണ് അല്ലേ? 2² പ്ലസ് എന്താ എക്സ്പ്രഷൻ വരുന്നത്? r മൈനസ് r പ്ലസ് y എന്നാണ് അല്ലേ? ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r പ്ലസ് y. അപ്പോൾ ക്യാപിറ്റൽ R 10 മൈനസ് സ്മോൾ r 4 പ്ലസ് y ഹോൾ സ്ക്വയർ. അപ്പം 10² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 ആണ്. 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഈ 4 എന്നുള്ളത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ 100 മൈനസ് 4 96 ആയി. പിന്നെ ബാക്കിയുള്ള ടേം 10 മൈനസ് 4 പ്ലസ് y സ്ക്വയർ. അപ്പോൾ 10 മൈനസ് 4 ചെയ്താൽ 6 ആണ്. അപ്പോൾ 96 ഈസ് ഈക്വൽ ടു 6 പ്ലസ് y ഹോൾ സ്ക്വയർ. ഇനി രണ്ട് സൈഡിലും LHSലും RHSലും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് റൂട്ട് 96 ആയി. ഇവിടെ ഈ സ്ക്വയർ പോയി 6 പ്ലസ് y എന്നുള്ളതായി. അപ്പോൾ 9.7979 ആണ് റൂട്ട് 96 കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് y. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 9.7979 മൈനസ് 6 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആയി. അപ്പോൾ y ഈസ് ഈക്വൽ ടു 3.7979 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് റൈസ് കിട്ടി. അതായത് ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർച്ചിൻ്റെ റൈസ് എന്ന് പറയുന്നത് 3.7979 മീറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ y നമുക്ക് കിട്ടി. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന y ബെൻഡിങ് മൊമെൻ്റ് എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ MD ഈസ് ഈക്വൽ ടു 370 മൈനസ് 90y എന്നാണുള്ളത് അല്ലേ? അപ്പോൾ 370 മൈനസ് 90 ഇൻറ്റു 3.7979 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ദാറ്റ് ഈസ് MD ഈസ് ഈക്വൽ ടു 370 മൈനസ് 90 ഇൻറ്റു y എന്നായിരുന്നു. 370 മൈനസ് 90 ഇൻറ്റു y എന്ന് പറയുന്നത് 3.7979 ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ MD ഈസ് ഈക്വൽ ടു 28.189 kN മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി കണ്ടുപിടിച്ചു. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു 28.189 kN മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ രണ്ട് കാര്യം നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ രണ്ട് കാര്യങ്ങൾ കൂടിയും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റേഡിയൽ ഷിയറും ഒന്ന് നോർമൽ ത്രസ്റ്റുമാണ് അല്ലേ. നമ്മൾ ഓൾറെഡി റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റൊക്കെ പാരബോളിക് ആർച്ചിൻ്റെ കേസിൽ ചെയ്തതാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ സ്റ്റെപ്പ് 5 റേഡിയൽ ഷിയർ അറ്റ് ഡി. നമ്മളൊരു ഡി സെയിം പോയിന്റ് തന്നെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ച അതേ പോയിന്റ്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് എവിടെയുള്ള പോയിന്റാണ്? ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ എക്സ് എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ, സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റേഡിയൽ ഷിയർ അറ്റ് ഡി 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്, എക്സ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. അപ്പോൾ നമ്മൾ റേഡിയൽ ഷിയറിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. റേഡിയൽ ഷിയറിൻ്റെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ എന്ന് പറഞ്ഞിട്ടാണ്. ക്യൂ ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എച്ച് അറിയാം. എച്ച് നമുക്ക് 90 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി, ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. വി നമുക്കറിയില്ല. വി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് അല്ലേ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു നെറ്റ് വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി. പിന്നെ അറിയാത്തതും തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് പോയിന്റ് ഡിയിലെ ടാൻജൻറ്റും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ അതിനുള്ള എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ഇക്വേഷൻസ് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് വി കണ്ടുപിടിക്കാം. അതായത് ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് എത്രയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് എടുക്കാം. ലെഫ്റ്റിൽ നിന്ന് എടുക്കുമ്പം അവിടെ ഏതൊക്കെ ഫോഴ്സസാണ് ഉള്ളത്? വെർട്ടിക്കൽ ഫോഴ്സ് ഒന്ന് വി എയും ഉണ്ട് 100ഉം ഉണ്ട് അല്ലേ. അപ്പം വി എ എന്ന് പറയുന്ന അപ്വേർഡാണ്. അപ്പം പ്ലസ് എടുത്തു, പ്ലസ് വി എ. അപ്പോൾ വി എൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 95. അപ്പോൾ 95 പിന്നെയുള്ള 100 ആണ്. 100 താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ -100, 95 - 100. വേറെ ലോഡുകളൊന്നും വെർട്ടിക്കലായിട്ടുള്ള ലോഡുകളൊന്നും ഡി എത്തുന്നതിന് മുമ്പേ ഇല്ല അല്ലേ, അല്ലെങ്കിൽ ഡിയിലോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റ് വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി, അതായത് വി എന്ന് പറയുന്നത് 95 - 100 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ വെർട്ടിക്കൽ ഷിയർ വി ഈസ് ഈക്വൽ ടു 95 - 100, ദാറ്റ് ഈസ് ഈക്വൽ ടു -5 കിലോ ന്യൂട്ടൺ കിട്ടി. അതായത് വെർട്ടിക്കൽ ഷിയർ എന്ന് പറയുന്ന -5 കിലോ ന്യൂട്ടൺ ആണ്. ഇപ്പോൾ ഞാനിവിടെ വെർട്ടിക്കൽ ഷിയർ കണ്ടുപിടിച്ചത് ലെഫ്റ്റ് നിന്നല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റിൽ നിന്നും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ മാറും. ഇപ്പം ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് എന്ന് പറയുന്നത് പ്ലസും ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് എന്ന് പറയുന്ന മൈനസും എടുക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നേരെ സൈൻ കൺവെൻഷൻ മാറും. റൈറ്റ് സൈഡിൽ അപ്വേർഡ് എന്ന് പറയുന്നത് മൈനസും ഡൗൺവേർഡ് എന്ന് പറയുന്ന പ്ലസുമാണ്. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്താലും സെയിം -5 തന്നെയായിരിക്കും കിട്ടുക. വേണമെങ്കിൽ ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റിൽ റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു പോയിന്റിൽ എന്താണ് നോർമൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ അവിടുത്തെ വെർട്ടിക്കൽ ഷിയർ എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വേണ്ട. ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സസ് ഒന്ന് വി ബി ഉണ്ട്, പിന്നെ ഒന്ന് 80 ഉണ്ട്. വേറെ വെർട്ടിക്കൽ ഫോഴ്സസ് ഒന്നും ഈ ഡി എന്ന് പറയുന്ന പോയിന്റിന് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മുമ്പായിട്ടില്ല അല്ലേ. പിന്നെ 100 ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ. ഓക്കെ, അപ്പം വി ബിൻ്റെ വാല്യൂ എത്രയാണ്? 85 അല്ലേ. അപ്പം ഇത് റൈറ്റ് സൈഡിൽ അപ്വേർഡ് മൈനസ് ആണ്. അപ്പോൾ -85 ഇത് താഴോട്ടാണ്. റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് എന്ന് പറയുന്ന പ്ലസ്. അപ്പോൾ -85 + 80 എത്രയാണ് വരുന്നത്? -5 തന്നെയാണ് അല്ലേ. -85 + 80 ഇവിടെ ചെയ്തപ്പം 95 - 100 രണ്ടും -5 എന്നുള്ള ടേമാണ്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു നെറ്റ് വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു -5 കിലോ ന്യൂട്ടൺ. ഇപ്പോൾ വി നമുക്ക് കിട്ടി -5 കിലോ ന്യൂട്ടൺ. ഇനി നമുക്ക് തീറ്റയും കൂടി വേണം അല്ലേ. തീറ്റ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x ഡിവൈഡഡ് ബൈ r മൈനസ് r പ്ലസ് y എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ഒന്നാമത്തെ ക്ലാസ്സിലാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് നമ്മൾ ഓൾറെഡി ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 10 അല്ലേ. മൈനസ് r എന്ന് പറയുന്നത് 4, സെൻട്രൽ റൈസ് 4 പ്ലസ് വൈയും നമ്മൾ കണ്ടുപിടിച്ചു മുന്നത്തെ സ്റ്റെപ്പിൽ അല്ലേ, 3.7979. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു 11.537 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. 11.537 ഡിഗ്രി. ഓക്കെ, അപ്പോൾ തീറ്റയു ആയി വിയു ആയി. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ. വി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ വി എത്രയാണ്? -5 ആണ്. -5 കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 11.537. ഓക്കെ, മൈനസ് എച്ച് സൈൻ തീറ്റ. അപ്പോൾ -h എന്ന് പറയുമ്പം 90 -90 സൈൻ തീറ്റ 11.537. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ
ഈസ് ഈക്വൽ ടു -22.899 kN എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതായത് റേഡിയൽ ഷിയർ ഈസ് ഈക്വൽ ടു റേഡിയൽ ഷിയർ അറ്റ് ഡി ഈസ് ഈക്വൽ ടു -22.899 kN. ഓക്കെ, സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഒന്നുമില്ല, ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ വി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. തീറ്റ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയൽ ഷിയർ അറ്റ് ഡി ഈസ് ഈക്വൽ ടു -22.89 kN കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാനുണ്ട് അല്ലേ, നോർമൽ ത്രസ്റ്റും കൂടി കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടതും സെയിം പോയിന്റ് തന്നെയാണ്. അപ്പോൾ നോർമൽ ത്രസ്റ്റ് സ്റ്റെപ്പ് 6, നോർമൽ ത്രസ്റ്റ് അറ്റ് ഡി ദാറ്റ് ഈസ് 6 meter ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. എക്സ് എത്രയാണ് വരുന്നത്? 2 meter തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റയാണ്. വി എന്ന് പറയുന്നത് -5, തീറ്റ എന്ന് പറയുന്നത് 11.537 അല്ലേ, എച്ച് എന്ന് പറയുന്നത് 90 kN. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ ഈസ് ഈക്വൽ ടു വി -5 സൈൻ 11.537 പ്ലസ് എച്ച് എന്ന് പറയുന്നത് 90 കോസ് 11.537. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ഈസ് ഈക്വൽ ടു, അതായത് നോർമൽ ത്രസ്റ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു 87.18 kN എന്ന് കിട്ടും. അതായത് നോർമൽ ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു 87.18 kN. ഓക്കെ, ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഈ ക്വസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. അതായത് സർക്കുലാർ ആർച്ച്, 3 hinged സർക്കുലാർ ആർച്ച് എന്ന് പറയുന്ന ടോപ്പിക്ക്, അതായത് 3 hinged സർക്കുലാർ ആർച്ചിൻ്റെ അനാലിസിസ് ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാനൊരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ വെക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്തിട്ട് എനിക്കത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.